ഒറ്റകാല് വെച്ച് അകത്തേക്ക് കേറിക്കോളൂ. ശിവ ശിവ, മീനാക്ഷി മരിച്ചിട്ട് 16 കഴിഞ്ഞില്ല. അതിനു മുമ്പ് ഇവനിത് വേണ്ടായിരുന്നു. തൂങ്ങിയ കയറ് പോലും മാവിന്ന് മാറ്റിയിട്ടില്ല. ഇവളെ കെട്ടിയെടുക്കാനായിട്ട് മീനാക്ഷി അടിച്ചു തൂക്കിയെന്നാ പറയണത്. കലികാല വൈഭവം അല്ലാണ്ട് എന്താ പറയാ? എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും. കാരണം ഞാൻ പറയണം, ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും അച്ഛനറിയില്ല അല്ലേ? അച്ഛന് കേൾക്കണമായിരിക്കും. എന്റെ അമ്മയെ കൊന്ന ഈ സ്ത്രീയെ ഞാൻ ഇളയമെന്ന് വിളിക്കുന്നത്. എന്ത് പറഞ്ഞാ? ഈ അഡ്രസ് ഒന്ന് പറഞ്ഞു തരൂ. ഇത് ഇവിടുന്ന് കുറെ പോണം. പുറത്തിറങ്ങി നേരെ പോയാലും മല കാണും. അത് കയറി ഇറങ്ങണം. ഏകദേശം 1 മണിക്കൂർ നടക്കണം. വണ്ടിയൊന്നും കിട്ടൂല. തേയിലെടുക്കാൻ പോകുന്ന വല്ല ലോറിയും കിട്ടിയാലായി. മിക്കവാറും എല്ലാം പോയി കാണും. കാട്ടിയില്ല, കാട്ടാൻ പോകുന്നേ ഉള്ളൂ. കാലയില് കൊട്ടും വടിയെ എടുത്ത് കല്യാണം കളവാണെന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് പോകും. സായങ്കാലം ആവുമ്പോ മൂക്കറ്റം കുടിച്ചിട്ട് തിത്തായി തേന്ന് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് കേറി വരും. വീട്ടിലെ പ്രായപൂർത്തിയായ ഒന്ന് പതക്കെ പറ. ഒന്നുമില്ലെങ്കിൽ ഞാനൊരു പുരുഷനല്ലേ, തയ്യൽ വായിക്കുന്നവനുമല്ലേ. ആളുകൾ കേട്ടാ മാനം കപ്പലേറിടും. എന്തോ മാനം കപ്പലേറിടാൻ? രാത്രി കൊഴ കൊഴാന്ന് കേറി വരുമ്പം இந்த ஊர்ல இருக்கிறவங்க எல்லாம் செவிடா. എടി, എന്നെ ആരും കുറ്റം சொல்ல மாட்டோம். തന്നെയെ താൻ കുറ്റം சொல்லுவான். വായിലെ വാർത്ത വരുന്നു. ഏതാ ചൊല്ല പോറേൻ. ചൊല്ലും. ടീനു എവിടെ? അവൾ ചെമ്മണ്ണിന്റെ പുറയിൽ പാല് വാങ്ങിക്കാൻ പോയിരിക്കുക. സംഗതി അറിഞ്ഞോ? ആ, നമ്മുടെ കുതിരക്കാരൻ ജംബുലിംഗത്തിന്റെ ശവം പുഴക്കരയിൽ അടിഞ്ഞിരിക്കുന്നു. എന്റെ ഭഗവതി, ചതിച്ചോ? അവൻ കടം വാങ്ങിയ വകയിൽ 50 രൂപ എനിക്ക് ബാക്കി തരാനുണ്ട്. ഏത് പരമദ്രോഹിയാ ഈ പണി ചെയ്തത്? തമ്പുരാൻകുട്ടി അല്ലാണ്ടാരാ? അതെല്ലാവർക്കും അറിയാം. പക്ഷെ ആർക്കാ ചോദിക്കാൻ ധൈര്യം? ഈ കരയിൽ ചട്ടം നടത്താൻ വരുന്ന ആകെ 2 പോലീസുകാരാ. അതും മാസത്തിലൊരിക്കൽ. തിരിച്ചു പോകുമ്പോ തമ്പുരാൻകുട്ടിയുടെ സമ്മാനങ്ങൾ വാങ്ങി ആ മല കയറി പോകുന്നത് കാണാം. പിന്നെ പഞ്ചായത്തിൽ ചോദിച്ച തെളിവ് എവിടെന്നാ അവരുടെ ചോദ്യം. തെളിവുണ്ടോ? അമ്മയും പെങ്ങളും ഉള്ളവർക്ക് ഇവരെ ജീവിക്കട്ടെ എന്നില്ല. തമ്പുരാൻകുട്ടിക്ക് പെണ്ണുങ്ങളെ പിടിച്ചാൽ ഒന്ന് കണ്ണടച്ചോണം. അത്രേ വേണ്ടു തമ്പുരാൻകുട്ടിക്ക്. നട്ടലുള്ളവരില്ലേ ഇവരെ ചോദിക്കാൻ? കണ്ണാ, നീ വെറുതെ ഒച്ച വെക്കാതെ. ജംബുലിംഗു ആണായിരുന്നു. അവന്റെ പെങ്ങളെ തമ്പുരാൻകുട്ടിയാണ് പിഴപ്പിച്ചതെന്നും അവളെ തമ്പുരാൻകുട്ടി കെട്ടിയില്ലെങ്കിൽ തമ്പുരാൻകുട്ടിയുടെ കുടലെ അവന്റെ പിച്ചാത്തിപ്പിടിയിൽ ഇരിക്കുമെന്നൊക്കെ എന്നല്ല അവൻ ചന്തയിൽ പറഞ്ഞത്. ഇപ്പൊ എങ്ങനുണ്ട്? ഒരു തമ്പുരാൻകുട്ടിയെ തമ്പുരാൻകുട്ടി എന്താ കണ്ണ കാര്യം അറിയാൻ സംസാരിക്കുന്നത്? അവന്റെ പെങ്ങളെ ആരോ പിഴപ്പിച്ചു. ഞാൻ അറിയാത്ത കാര്യമാണ്. എന്നിട്ട് കള്ളടിച്ചിട്ട് എന്നെ കൊല്ലുമെന്ന് നാടുകളെ പറഞ്ഞു നടന്നു. രാത്രി കടത്ത് കിടന്നപ്പം പുഴയിൽ വീണാണ്. കള്ളല്ലേ, നീന്താൻ പറ്റി കാണില്ല, മരിച്ചു. ഇതാണ് സത്യം. നിനക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ വാ കാണിച്ചു തരാം. ഇപ്പൊ വിശ്വാസമായടാ. തമ്പുരാൻകുട്ടിക്കെതിരെ തിരിയുന്നതിന്റെ എല്ലാം ഗതി ഇതായിരിക്കും. ഈ നാട്ടിൽ നട്ടലുള്ള ഒരേ ഒരാണ് ഞാനേ ഉള്ളടാ, തമ്പുരാൻകുട്ടി. മനസ്സിലായോ? ഇനി നീ പൊയ്ക്കോ. ha ha
പുള്ളിക്കുയിൽ പറന്നു കരളിൽ പൊൻചിരി തൂകി ഒരു ഗാനമായി മുല്ലവള്ളിക്കുടിലിൽ പുള്ളിക്കുയിൽ പറന്നു കരളിൽ പൊൻചിരി തൂകി ഒരു ഗാനമായി അഴകായി ഒഴുകി ഒരു സ്വരരാഗം ഇനിയും ആടിയ ഒരു കുളിർക്കറിയാൻ വാങ്ങി മുല്ലവള്ളിക്കുടിലിൽ പുള്ളിക്കുയിൽ പറന്നു കരളിൽ പൊൻചിരി തൂകി ഒരു ഗാനമായി പാടുന്ന മണിവീണ കമ്പിയോ ഒരു ഗാനമഞ്ജരിയോ ഇതോ പാടുന്ന മണിവീണ ഇടനെഞ്ചിൽ ചാർത്തി ഒരു ഗാനമഞ്ജരിയോ ഇതോ സംഗീത സാന്ദ്രം നിന്നാനസമെന്നും ശ്രുതിലയമോ തനിരസമോ നിറഞ്ഞ യൗവന പൂക്കടവിൽ മുല്ലവള്ളിക്കുടിലിൽ പുള്ളിക്കുയിൽ പറന്നു കരളിൽ പൊൻചിരി തൂകി ഒരു ഗാനമായി ലാ 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 ഉലകത്തിൻ പൂമാല കോർക്കുവാൻ ഒരു പ്രേമഗായകൻ വന്നിടും ഉലകത്തിൻ പൂമാല വിരിമാറിൽ ചാർത്താൻ ഒരു പ്രേമഗായകൻ വന്നിടും ഇനിയും ഗാനം പാടിടുവാനായി തനിത്തങ്കമേ നിധികുംഭമേ വിരിഞ്ഞ പൂവന കൈപ്പറമ്പിൽ മുല്ലവള്ളിക്കുടിലിൽ പുള്ളിക്കുയിൽ പറന്നു കരളിൽ പൊൻചിരി തൂകി ഒരു ഗാനമായി അഴകായി ഒഴുകി ഒരു സ്വരരാഗം ഇനിയും ആടിയ ഒരു കുളിർച്ചൊരിയാൻ വാങ്ങി മുല്ലവള്ളിക്കുടിലിൽ പുള്ളിക്കുയിൽ പറന്നു കരളിൽ പൊൻചിരി തൂകി ഒരു ഗാനമായി കുയിലേ ഹേയ് കുയിലേ എന്റെ പേര് കുയിലെന്നല്ല. പിന്നെന്താ കുയിലേ കുയിലിന്റെ പേര്? പേരിപ്പ അറിയണ്ട. അപ്പ പിന്നെ എങ്ങനെയാ? എന്തോന്ന് പിന്നെ എങ്ങനെ? അല്ല നമ്മൾ തമ്മിൽ ഒരു 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 ഇത് ഏത്? ചേടാ ഇതിപ്പോ വിഷമിക്കുമല്ലോ. വല്ല പുലിയെന്നോ പൂച്ചയെന്നോ വിളിച്ചോട്ടെ. സ്വഭാവം കണ്ടിട്ട് പതാ ശരിയും തോന്നുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്ക് ഇതാ ഈ അഡ്രസ് ഒന്ന് അറിയണം. ഇത്രേ ഉള്ളോ? ആ, ഇവിടുന്ന് നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞാൽ ഒരു വലിയ ആൽമരം കാണും. അവിടുന്ന് വലത്തോട്ട് പോയാൽ ഒരു ചായക്കട കാണും. അവിടെ ഇരുന്നാ മതി. ഇരുന്നാൽ ഒരു മണിക്കൂർ കഴിയുമ്പോ തപാൽ ശിവായി വരും. അയാളോട് ചോദിച്ചാൽ പറഞ്ഞു തരും. എന്റെ പണി ഇതല്ല.
ഒരു ചായ. തപാൽ ശിവായി ഇവിടെ വരുമോ? കുറച്ചു നേരം കൂടി കഴിയും. ആരേ 3 ചായ. രണ്ട് ചായ മതി നേരെ. നിങ്ങൾക്ക് ഞാൻ വേറെ തരാം. കൊച്ചു പയ്യൻ ചിപ്പു ആരാന്ന് നിനക്കറിയോ? നാരെ ഒന്ന് പറഞ്ഞു കൊടുത്തേരേ. ഓ കൊടുത്തേക്കാമേ. അവന്റെ ഒരു വേഷം കണ്ടില്ലേ, ഒരു സായിപ്പൂട്ടി. എടാ മണിയാ ചന്തു, വാടാ പോവാം. കുഞ്ഞ് ഏതാ? കുറച്ച് വടക്കുള്ളതാ, പേര് ശ്യാം. ഈ പോയ വിത്തിന്റെ അളിയൻ ഒരു വലിയ വിത്തുണ്ട്, തമ്പുരാൻകുട്ടി. വല്ലാത്തവനാ. അവന്റെ പേരിലാ ഇവൻ ഈ കളി കളിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിനിടയ്ക്ക് ഒരു എല്ലു പോലും ബാക്കി കാണില്ലായിരുന്നു. അതാ കയ്യിലിരിപ്പ്. നായെ പേടിക്കണം, നായ്ക്കാറ്റത്തെയും പേടിക്കണമെന്ന സ്ഥിതിയാ. അതുപോട്ടെ, കുഞ്ഞെന്താ ഇവിടെ? എനിക്കൊരു അമ്മാവനുണ്ട്, ശങ്കുണ്ണി എന്നാ പേര്. തേയിലയ്ക്ക് കണക്ക് വരുന്ന പണിയാ, അറിയോ? ശങ്കുണ്ണിയുടെ ആരാണെന്ന് പറഞ്ഞത്? അനന്തരവൻ. എന്നാ ഇത് നേരത്തെ പറയണ്ടേ. ഇന്ന കാശ് വാങ്ങ്. ചായ എന്റെ വക. അറിയോ? കാശ് വാങ്ങ്, ബാക്കി പിന്നെ പറയാം. 48 പെട്ടിയുണ്ട്. ഇത് മുഴുവൻ ജോലിക്കാർക്കുള്ള പെട്ടിയാണ്. നീ ഇലയേക്കേറി വെട്ടരുത്. ഒരു പെട്ടി അങ്ങനെ കുറഞ്ഞാൽ നിന്റെ ഷേപ്പ് ഞാൻ മാറ്റിക്കളെ. ശങ്കുണ്ണി, ആരാ പറഞ്ഞത് ജോലിക്കാർക്ക് തേയില കൊടുക്കണമെന്ന്? വലിയ നമ്പരാണ്. ഞാനാണോ വലിയ നമ്പരാനാണോ തനിക്ക് കാശ് തരുന്നത്? അത് ഞാൻ പറയുന്നവനെ ഇവിടെ നടക്കാൻ, ഇല്ല ഇവിടെ പണിയണ്ട, മനസ്സിലായോ? ആ പെട്ടി പോയി കിടക്ക. ജോലിക്കാർക്ക് തേയില കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞോ? പറഞ്ഞോന്നാ ചോദിച്ചത്. നിങ്ങൾ ആരാ? കർണന്റെ അവതാരോ? ഒരു ദാനശീലൻ. ദാനം കൊടുത്തു കൊടുത്ത് അവസാനം കിട്ടിയതേ ഈ കട്ടിലും തളർന്ന കാര്യമല്ലേ? മനുഷ്യനെ മെനക്കെടുത്താൻ കിടക്കുന്നു, ചത്ത് തൊലയത്തുമില്ല. കിളവനോട് പറഞ്ഞേക്ക്, അമ്മാവനെ ചവിട്ടി പുറത്താക്കിയവൻ എന്ന പേര് എനിക്ക് ഉണ്ടാക്കി വെക്കരുന്ന്. അത്താഴം വിളമ്പി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് പോയിക്കൂടെ? വേണ്ട, നീ കഴിച്ചിട്ട് കിടന്നോളൂ. എന്തായി?
ശവം പഞ്ചായത്തുകാരെ കൊണ്ട് കുഴിപ്പിച്ചിട്ടു. കുറച്ച് കാശ് കൊടുക്കേണ്ടി വന്നു. അവളുടെ കാര്യം അവളെ കുടിയിറക്കി. നാളെ മല കടത്തി വിടാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ശരി, നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ നാളെ വീട്ടിൽ പോയി വാങ്ങിച്ചോ. ഓ, വയ്ക്കാം. നിന്റെ കൂടെ കുടിക്കാൻ വന്ന എന്നെ തല്ലാൻ നമുക്കിപ്പോ നോക്കാം. അങ്ങനെ ഒന്ന് അമ്മാവ, എന്താ ഇത്? നീ ആരാണ് എന്നെ പിടിക്കാൻ? ഞാനാണ് അമ്മാവ, അമ്മാവന്റെ അനിയത്തി മീനാക്ഷിയുടെ മോൻ. ആരാണ് ഈ മീനാക്ഷി? എന്നടി മീനാക്ഷി ചൊന്നത് എന്നാക്ഷി? അമ്മാവൻ വരണം. இங்கிருந்து போகும்போது என்ன சொல்லிட்டு போனே? പോയിട്ട് വാറേന്ന്. ഓഹോ, വന്നല്ല 4 കാലില് കയ്യും വീശി. എടോ മനുഷ്യ, എനിക്ക് വെറ്റില പാക്ക് വാങ്ങിച്ചോണ്ടെന്ന് പറഞ്ഞില്ലേ, എവിടെ? എന്തോ എന്തോ അല്ല, വെത്തല പാക്ക് വരാമേ. ഇപ്പൊ കുടിക്കാ பாரு காப்பி. இத தவிர பச்சை தண்ணி உனக்கு கொடுக்க மாட்டேன். അച്ഛാ, എന്താ മോളെ? വെള്ളം വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചുവന്നതാണോ? നാളെ ആവട്ടെ, ഉടയാത്ത വള വാങ്ങിച്ചിട്ടില്ല. പണം കാണാത്തവൻ കണ്ടപ്പോ ഉണ്ടായ കുഴപ്പമാ നിന്റെ അച്ഛനെ പറ്റിയത്. പെട്ടെന്നുണ്ടായ പണത്തിന്റെ അഹങ്കാരം മലവെള്ളം പോലെയാ പണത്തിന്റെ വരവും പോക്കുമെന്ന് പോയി കഴിയുമ്പോഴേ അറിയൂ. അപ്പൊ പഠിക്കും. ഏതായാലും നീ ഇങ്ങോട്ട് പോകുന്നത് നന്നായി. അമ്മാവ, എന്തെങ്കിലും ഒരു ജോലി. എന്റെ ഒരു കൂട്ടുകാരന് മകനൊരു ചെറുക്കനുണ്ട്, കോടിമല എസ്റ്റേറ്റിൽ മാനേജറാ. ആ, അവനോടൊന്ന് ഞാൻ പറഞ്ഞു നോക്കട്ടെ. അതുവരെ എന്തെങ്കിലും ഒരു ചെറിയ പണി എന്തായാലും തിരക്കേടില്ല. നോക്കട്ടെ, തമ്പ്രാൻകുട്ടിയോടൊന്ന് പറഞ്ഞു നോക്കാം. കേറി വാടോ. ചങ്കു, ചങ്കുട്ടി, ഞാൻ ഇന്നലെ അടിച്ച് പൂക്കൂറ്റിയായി എന്തൊക്കെയോ പറഞ്ഞു. എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം, എന്നാലേ ഞാൻ ഇവിടെ എഴുന്നേക്കൂ. നീ എന്തായി കാണിക്കുന്നത്? സാരമില്ല, ഈ വഴക്ക് തീർക്കാൻ വൈകുന്നേരം ഒരു കുപ്പി പൊട്ടിച്ചാൽ പോയി. അത് മതി. എന്താ ശങ്കുണ്ണി കാലത്ത് പതിവില്ലാതെ? ഇവൻ എന്റെ അനന്തരവൻ തീർക്കണ.
PUC വരെ പഠിച്ചിട്ടുണ്ട്. 2 മാസത്തിനകം കോടിമലയിൽ ഒരു ജോലി കിട്ടും. അതുവരെ എന്തെങ്കിലും ഒരു ചെറിയ ജോലി. എന്ത് ജോലി ചെയ്യാം? എന്തും പഠിപ്പിനത്തെ പണിയൊന്നും ഇവിടെ ഇല്ല. കുതിരവണ്ടി ഓടിക്കാം. ഓടിക്കാം. ചങ്കുണ്ണി, എന്തോ ഇവനെ കണ്ടിട്ട് ഒരു കള്ളന്റെ ലക്ഷണമാണല്ലോ. മര്യാദയ്ക്ക് പണിയെടുത്തണം. അത് ഞാൻ നോക്കിക്കോളാം. എന്നാ ഇന്ന് തന്നെ ആയിക്കോട്ടെ. ആ ജംബുലിംഗത്തിന്റെ വണ്ടി ആളിനെ അടക്കയില്ലേ? അതെ. എന്നാ പൊയ്ക്കോ. തൽക്കാലം നിനക്കൊരു ജോലിയായി. പിന്നൊരു കാര്യം, തമ്പ്രാൻകുട്ടി ആള് പെസക, സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്. നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞിരുന്നു, നിങ്ങൾ കേൾക്കുന്നു. അങ്കന എന്ന് വെച്ചാൽ പെണ്ണ് അഥവാ സ്ത്രീ. അങ്കനമാർ സ്ത്രീയുടെ മാർ. മൗലേ ബാലേ, നല്ല നല്ല ബാലെ കളിക്കുന്നു എന്ന് ചുരുക്കം. ബാലെ ചൂലെ, ഇതാണ് താങ്കളുടെ മോളെ പഠിപ്പിക്കാൻ പോകുന്നത്? ഏയ്, 1-ാം തരം ഭരതനാട്യം. അറിയുന്നത് സ്ത്രീക്ക് ഭൂഷണം. വേണ്ട, ദേവദാസികളുടെ തേവടിച്ച് നൃത്തം എന്നൊരു പുഷ്പേരുണ്ട്. അശ്ലീലമില്ലാത്ത കാലയിൽ തൂക്കി നിന്നാടും എന്ന് തുടങ്ങുന്ന നൃത്തം വല്ലതും കൈവശം ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ, നോക്കാം. അപ്പൊ ഞാൻ പോട്ടെ. ഏതായാലും നൃത്തത്തിന്റെ കാര്യം മറക്കണ്ട. ആലോചിക്കാം. പെട്ടണി അങ്ങുണ്ണി, ഒന്ന് ചുറ്റി കറങ്ങി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാ മതി. പോയിക്കോ പോയിക്കോ. നന്നായിട്ട് കലക്കണം, മുഴുവൻ ചാണകം ഇട്ടേ. അയ്യോ, എന്താ കൊണ്ടാ വായി മുറിച്ചിരിക്കുന്നേ? വേമ്പോ വെള്ളം എടുത്തോടാ. വേഗം കലക്കട ചന്തു, വേഗാവട്ടെ. ആനന്ദ ടീച്ചർ വരുന്നുണ്ട്. ചന്തു, നീ വേഗം കല്ലെടുത്തോ. അലുവ മാതിരിയുള്ള ചരക്ക ഏറ്റ ഈ ഒരെണ്ണം ഇന്നത്തേക്ക് മതി. ആകെ വൃത്തികേടായല്ലോ ടീച്ചറെ. വല്ല കന്നുകാലികളും ചവിട്ടി തള്ളിയതാവും. എടാ മണിയാ, നീ ആ വെള്ളം കൊണ്ടുവാ. ഇതാ നായരുടെ കളിക്ക. നായർ പതുക്കം ഉണ്ടാക്കിയാ മതി. നീ ആ വെള്ളം മറവിലിട്ട് വെച്ചുകൂട്. ടീച്ചർ അങ്ങോട്ട് ചെന്ന് ദേഹമൊക്കെ ഒന്ന് വൃത്തിയാക്കിയട്ടെ.
ഞാൻ പോട്ടെ ചിപ്പു, വലിയ ഉപകാരമായി. ഇങ്ങനെയൊക്കെ അല്ലേ ടീച്ചറെ ഉപകരിക്കാൻ പറ്റുള്ളൂ. ഈ വക പെണ്ണുങ്ങൾ ഭൂമിയിലുണ്ടോ എന്ന് പാടിയത് ആരാടാ മണിയാ? നമ്മളെ മലയാളം പഠിപ്പിച്ച മുൻഷി സാർ. എന്നാൽ അയാൾ ടീച്ചറെ കണ്ട് മനം നൊന്ത് പാടിയതാവും. ഒന്നും അറിഞ്ഞിട്ടുള്ള ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ. എടാ പഴത്ത നായരെ, നീ എന്നോട് പുല്ല് ചെയ്തടാ. ഇത് കണ്ടോ, കോഴി പിടിച്ച കൈയാടാ. ഒരൊറ്റ ഇടിക്കുന്നില്ല മോളെ ഞാൻ വീണ വായിപ്പിക്കൂടാ. നീ ഏത് കോഴി പിടിക്കാനും ചങ്ങനൊന്നുമില്ലടാ. വാസി നടക്കുന്ന ഞാൻ വണ്ടി കയറണം. എനിക്ക് വണ്ടിയും വേണ്ട, ചുറ്റിയും വേണ്ട. എനിക്ക് കാലുണ്ടാ. എത്ര കാല്? 2. ബാക്കി എവിടെ പോയി? ബാക്കി ഞാൻ തല്ലി ഒടിച്ചു. നീ വെളുത്തു. സ്വാമി ഇപ്പൊ വണ്ടി കയറുന്നോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഞാൻ പോണു. നിന്നെ പിന്നെ കണ്ടോളാ. വേണ്ട, പിന്നെ ആക്കണ്ട. ഇപ്പൊ തന്നെ കണ്ടോ. ഞാൻ ചീനി വീട് വരയ്ക്ക് പോയിട്ട് വരാം. 2 മാസത്തെ പലിശ ബാക്കി തരാനുണ്ട്. പകലിൽ പോയാൽ അവനെ കാണാൻ നോക്കൂല, രാത്രി ചെന്നാലേ കാണാൻ നോക്കൂ. നീ അകത്തെന്ന് കഥ അടച്ച് പടുത്തുക്കോ. അമ്മേ, വെറുതെ വഴക്കൊന്നും ഉണ്ടാക്കില്ല. അവിടെ ഒരു വഴക്ക്. എന്നെ പിടിക്കും. ഞാൻ നടന്നു പിടിക്കൊന്നും വേണ്ട. കിട്ടാനുള്ളിലും കിട്ടിയോ? ഇല്ലെങ്കിൽ മടിയിലെവിടെയെങ്കിലും കാണും, കേറി എടുത്തോണ്ട് പോയാ മതി. മനസ്സിലായില്ല. ആദ്യം കണ്ടപ്പോഴേ ഒരു കള്ളലക്ഷണം തോന്നിയതാ. ഇപ്പൊ തീർച്ചയായി. കാര്യം അറിയാതെ? എല്ലാം അറിയാം. വഴിയെ പോകുമ്പോ വീട്ടിൽ വിട്ടേക്കാമെന്ന് പറഞ്ഞ് വിളിച്ച് വണ്ടി കയറ്റും. വഴിയെ ഷാപ്പിലിറക്കി കള്ള് വാങ്ങിക്കൊടുക്കും, മൂക്കറ്റം കുടിപ്പിക്കും. എന്നിട്ട് കയ്യിലിരിക്കുന്ന കാശ് തട്ടിപ്പറിക്കും. ഇതിവിടുത്തെ കുതിരവണ്ടിക്കാരുടെ സ്ഥിരം പണിയാ. നിങ്ങൾക്ക് പറ്റിക്കാൻ പാവം എന്റെ അച്ഛനെ കിട്ടിയുള്ളൂ. ഇതിലും ഭേദം നാട്ടിലിറങ്ങി തെണ്ടിക്കൂടെ? ഞാൻ വേണ്ട, ഒന്നും പറയും വേണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. അത്താഴം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് പോയാ പോരെ? വേണ്ട, നീ കഴിച്ചിട്ട് കിടന്നോളൂ. ചേച്ചി, ഊണെടുത്ത് വെച്ചിട്ടുണ്ട്, വാ. വെറുതെ എന്നോട് എന്തിനാ ദേഷ്യം? ഞാൻ ആർക്കും കള്ളും ചാരായ ഒന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല. ഇത് ആശാന്റെ ഒരു സ്ഥിരം പതിവാ. ഒപ്പം കൂടുന്നത് ആ ശങ്കുണ്യമായ എന്നും. എനിക്ക് കേൾക്കണ്ട. എന്ന് പറഞ്ഞാ പറ്റില്ലല്ലോ. എന്താ പറ്റാത്തത്? എന്നോട് ആരും ഒന്നും പറയണ്ട. എനിക്ക് എല്ലാരും നന്നായിട്ട് അറിയാം. എടി ഇവിടെ വാടി. എന്താ വിളിച്ചത്? എടിയെന്നോ? അയ്യോ, ഞാൻ എന്റെ കുതിരയെ വിളിച്ചതാ. തന്നോടൊന്നും എഴുന്നള്ളിച്ചില്ല. ചേടാ, ഇത് വലിയ കഷ്ടമായല്ലോ അല്ലേടി? എടി, ഇന്ന് വരുമല്ലോ തകില് കിഴവൻ. അടിച്ച് കീലായി 4 കാലയില്. എടാ, നിനക്കറിയാമോളായി ഗണപതി അയ്യരെ കൊട്ടും, ഇനിയും കൊട്ടും, ഇനിയും കൊട്ടും. ഗണപതിയെ ശങ്കുവല്ല ഒരുത്തനും ഒരു പുല്ലും ചെയ്യൂല. എടീ, വരട്ടെ അല്ലേടി, നല്ല പമ്പരം സ്റ്റൈലില്. വല്ല പുഴയില് വീണാലും തിരിഞ്ഞു നോക്കൂല. നീയാണ്, ഞാനാണ്, ഗണപതി അയ്യരോട്, നിന്റെ അച്ഛനോട് സത്യം.
അണ്ണായെ പോലെ ഇരിക്കുന്നത്? എന്ത് പറ്റി? ഒന്നുമില്ല, വെറുതെ. മനസ്സിന് എന്ത് വിഷമമുണ്ടെങ്കിലും എന്ത് കാര്യത്തിന് തടസ്സമുണ്ടെങ്കിലും കിഴക്ക് വെള്ളം കീറും മുമ്പ് കുളിച്ച് കരിമാരിയമ്മൻ കോവിലിൽ പോയി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് നടക്കലിലെ കരി നെറ്റിയിൽ തേച്ച് വിളിച്ചാൽ ഉടനെ ഓടിയെത്തുന്നവളാ ദേവി. വണ്ടി വെറുതെ കിടക്കുകയല്ലേ, എന്നെ അങ്ങോട്ടൊന്ന് വിട്ടേരെ. ശരി. ദേഷ്യം വരുമ്പോ നിന്നെ കാണാൻ നല്ല ഭംഗിയാ. പൊട്ടും കൊട്ടും നടക്കുന്ന ആണ്ടിപ്പണ്ടാരം പട്ടയാൾ പോലും. എന്റെ പൊന്ന് ഭഗവതി, എന്റെ കുയിലൊന്ന് വളഞ്ഞു കിട്ടണേ, വീണ് കിട്ടണേ, ഒന്ന് കളാക്കിപ്പിക്കണേ. ദേവി, വെളുക്കും മുമ്പേ ഭഗവതി ക്ഷേത്രത്തിൽ പോയി തിരിവെച്ച് തൊട്ടതാ. അങ്ങനെ ചെയ്താൽ വിചാരിക്കുന്ന എന്തും ആ നിമിഷം മുന്നിൽ വീഴുന്ന ശങ്കുണി മാമ പറഞ്ഞത്. കുഴിൽ എന്ത് തോന്നുന്നു, വീഴില്ലേ? വീഴാതിരിക്കാൻ വഴിയൊന്നും കാണുന്നില്ല. വീഴുന്നത് എനിക്ക് ഉറപ്പാ. പറഞ്ഞത് ശരിയാ, തലയും കുത്തി തന്നെ വീണു. ഇന്ന് ഏഴവനെയാണോ കണി കണ്ടത്? പുതിയ തെങ്ങും വെച്ചുകൊണ്ട് പട്ടി ഇരിക്കുന്ന പോലെ ഈ കല്ലും വെച്ചുകൊണ്ട് നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. എടാ സായിക്കുട്ടി, നിന്റെ കുതിര ഇംഗ്ലീഷ് പറയോ? ആണ്ടിപ്പറ്റാ മോള് വരുന്നുണ്ട്. തെങ്ങേക്കടാ.
ഇവന് ഞാൻ തന്നെ അധികമാണ്. ചിപ്പുവിനെ ഈ കരയിൽ ആരും തല്ലിയിട്ടില്ല. ആദ്യമായിട്ട് ചിപ്പു വീഴുന്ന തന്റെ മുമ്പിലാ. താൻ ചുണയുള്ളവനാ. ചിപ്പുവിന് ഇഷ്ടമായി. കൈ കൊടുക്ക്. ഇനി നമ്മൾ കൂട്ടുകാരാ. വെറ്റിലൊരു കൊടുത്ത വിദ്യയൊക്കെ ഭംഗിയായിട്ടുള്ളൂ, ഒന്നും മോശമായിട്ടില്ല. തന്റെ വിദ്യകളൊന്നും ഇങ്ങനെ വേണ്ട. മര്യാദയ്ക്ക് നാലിശോട് നൃത്തം അഭ്യസിച്ചു കൊടുത്താൽ പോരും. അല്ല വേറെ ദുരുദ്ദേശത്തോടു കൂടിയാണ് വന്നതെങ്കിൽ തന്റെ തോളിൽ തലയിരിക്കുന്നതിന് പകരം എന്റെ തകരായിരിക്കും ഇരിക്കുക. അത് ഓർമ്മിച്ചോളൂ. നിങ്ങൾ എന്താണ് നമ്മളെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ യാതൊരു കളങ്കവുമില്ലാത്ത ശുദ്ധ ബ്രാഹ്മണനാണ്. തരും തരും. അതിനാണ് ഉമക്ക് ശിങ്കാരപ്പെട്ടാർ എന്റെ പേര് വന്നത്. ശുംഭർ. അസൂയ കൂട്ടങ്ങള് വെറുതെ പറയുന്നതല്ലേ സ്വാമി? നൃത്തം ചെയ്യാൻ മാത്രമായിട്ട് ബ്രഹ്മാവ് പടച്ചുവിട്ട ശരീരം മാതിരിയുണ്ട്. അത് പണ്ടേ എല്ലാരും ചൊല്ലിയിരുന്നതാക്കും. എന്റെ ശരീരവടിവ് തന്നെയാ എന്റെ മോക്കുമെന്ന്. ഡാൻസ് മാസ്റ്റർ என்ன சொல்றீங்க? എന്താ ഡാൻസ് മാസ്റ്റർ പേശാമിരിക്കുന്നത്? അസലായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ശരീരം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. கேட்டீங்களா மாஸ்டர் சொல்றது? சும்மா தவளையும் தூக்கி நடந்தா போறாது, கொஞ்சம் சௌந்தரிய போதம் வேணும். മുറ്റത്തെ മുല്ലയ്ക്കും മണം കാണൂല. அப்படி சொல்லி கொடுங்க மாஸ்டரே. നീ ഒരു കാര്യം ചെയ്. വെറ്റിലമാക്കെടുത്ത് ദക്ഷിണ വെച്ചെന്ന് പുണ്ണ് കയ്യിലെ കൊടു. രാജാവിന് മുമ്പേ കാര്യം മുടി കിട്ടും. ഒന്നാക്കണ്ട, ഒരു 4-5 വെറ്റിലയും അടക്കി ആയിക്കോട്ടെ. ദക്ഷിണയ്ക്ക് പേർക്ക് ഒരു വെറ്റല പോകാതാ? അവനോ ഇളനക്കിനായി, നീ അവനോട് ഹിരണക്കിനായി. എന്നെ വെള്ളം കൊടുത്തുക്കോ. വെള്ളം കുറച്ച് വെത്തലയും പാക്കും ചുണ്ണാമ്പ് പോയി എല്ലാം കൊടുത്തുക്കോ. കണ്ണേങ്ക വാ. സാക്ഷാൽ മൂകാംബിക ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് അന്ത പാതാര വൃന്ദങ്ങളിലെ ഗട്ടിയാ പിടിച്ചുക്കോ. പോമാ. നന്നായി വരട്ടെ.
ധീനുതതിമിതാ കഥജം തരി തദരി തദനതജം ധീനുതതിമിതാ കഥജം തരി തദരി തദനതജം ധീനുതതിമിതാ കഥജം തരി തദരി തദനതജം തകൃതാം. ഏയ് അങ്ങനെയല്ല, ഇങ്ങനെ അരയ്ക്ക് കനം കൊടുക്കാതെ വേണം ചെയ്യാൻ. മനസ്സിലായല്ലോ? ഇനി തുടങ്ങിക്കോ, നമ്മൾ നോക്കട്ടെ. താരി തരുത്തക്കിന്ന തക്കണക്ക് ജം ജം തത്തിരി തരുത്തക്കിന്ന തക്കണക്ക് ജം ജം താരി തരുത്തക്കിന്ന തക്കണക്ക് ജം തത്തിരി തരുത്തക്കിന്ന തക്കണക്ക് ജം താരി തരുത്തക്കിന്ന തക്കണക്ക് ജം തത്തിരി തരുത്തക്കിന്ന തക്കണക്ക് ജം താരി തരുത്തക്കിന്ന തക്കണക്ക് ജം. അയ്യോ, പെൺകുട്ടികൾ മാനമര്യാദ ജീവിക്കുന്നിടത്ത് എത്തി നോക്കുന്നതാ. ഇറങ്ങിപ്പോടൂ മക്കള വാനര ഉറങ്ങ. എടോ, താൻ ധൈര്യമായിട്ടിരിക്കേ. തനിക്കിപ്പോ ആ പഴട്ടപ്പട്ടരെ അവിടുന്ന് ഓടിക്കണം, ആ പെണ്ണൊന്നും വളയണം, അത്രയേ ഉള്ളൂ. ഞാൻ ഏറ്റു, കൈകൊട്. ഞാൻ ഏറ്റു എന്ന് പറഞ്ഞില്ലേ? ചിപ്പു വിചാരിച്ച നടക്കാത്ത കാര്യം ഒന്നും ഇല്ലടോ ഇക്കരല്ലേ. താൻ കൈകൊട്. വരുന്നു ശൃംഗാരം. കൂടുതൽ ഞെളിയാതോ ഒടിഞ്ഞു പോവും. എടോ ശൃംഗാരം. അതെ, നിന്റെ തന്തയാ. എടാ, ഞങ്ങളുടെ വാവും പൂക്കും. നായിന്റെ മോന്റെ ഒരു പവർ കണ്ടില്ല. ഇനി എന്തു വന്നാലും ഇതൊന്ന് കലക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. നീ കേറിക്കോ. അമ്മ, ഒന്നിങ്ങോട്ട് വന്നേ. ചിപ്പു ഓടിക്കോ ഓടിക്കോ. ഭദ്രകാളി വരുന്നടാ, വേഗം പറ. എനിക്ക് ഈച്ച കിട്ടി. മുഴുവനും അടിച്ചു കൊല്ലാതടാ മഹാഭാവി. പിന്നെ നാളെ എന്തോ ചെയ്യും? അതും ശരിയാ. ഞാൻ ഈ പണി നിർത്തിയിട്ട് ആ ഗണപതിയുടെ കൂടെ പോവാ. എന്ത് കാശ അയാൾ ഉണ്ടാക്കുന്നത്? ഈ 4 മലയിലും കൂടി അയാൾ ഒരുത്തനേ ഉള്ളൂ ഈ പണി അറിയാവുന്നത്. എവിടെങ്കിലും ഒരിടത്ത് ദിവസം ഒരു കല്യാണമോ പേരോ പേരിടിയിലോ തൂങ്ങിമരണമോ എന്തെങ്കിലും കാണും. കൂടെ ശിങ്കിലി അടിക്കാൻ പോയാലും കിട്ടും കാശ്. ഒരു ദരിദ്രവാസിയും കാണുന്നില്ലല്ലോടാ. എടാ, ഒരു പ്രോഗ്രാം കിട്ടിയാ മതി, പിന്നെ ആള് തേടി വരും. തല്ലാനായിരിക്കും. അല്ലെങ്കിൽ നിന്റെ വാ തുറന്ന ആവശ്യമല്ലേ വരൂ. ആരാണ്ട് വരുന്നു, എടുത്തോ. ഈ ഒരു രംഗം വരുമ്പോ നീ അങ്ങ് അറിഞ്ഞ് വായിച്ചേക്കണം. കൈകടിയിട്ടുന്ന സ്ഥലമാ. മാസ്റ്ററെ, ഞങ്ങൾ ബാലെ ബുക്ക് ചെയ്യാൻ വന്നതല്ല. പിന്നെ എന്താണാവോ ആഗമനോദ്ദേശം? മാസ്റ്റർക്ക് കാശ് കിട്ടുന്ന കാര്യം തന്നെയാ. ആണോ? ഇരി.
കേക്കട്ടെ. ഇതെന്റെ കൂട്ടുകാരൻ ശ്യാം. ആ, ഇവനെ ഒന്ന് ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കണം. പാടാൻ അറിയാമല്ലോ. പിന്നെ നന്നായിട്ട് പാടും. പക്ഷേ ശാസ്ത്രീയമായിട്ടറിയില്ല അല്ലേ? ഇല്ല. ആ, പഠിപ്പിക്കാം. പക്ഷേ ചെലവൽപ്പം കൂടും. അത് സാരമില്ല. പക്ഷേ 2 ദിവസം കൊണ്ട് കാര്യം നടക്കണം. ഒന്നുമില്ലേലും 2 ദിവസം കൊണ്ട് വ്യക്തിപ്പെട്ടേക്കാൾ നന്നായിട്ട് പാടുന്ന വിധത്തിലാക്കണം. അച്ഛന്റെ പേര് ത്യാഗരാജ ദീക്ഷിതർ എന്നോ മറ്റോ ആണോ? അതെന്താ മാസ്റ്ററെ അങ്ങനെ ചോദിച്ചത്? ഇതെന്താ കത്തി മുഖത്ത് വയ്ക്കാൻ പഠിക്കുന്നത് പോലാണെന്നാ വിചാരം? കുറഞ്ഞത് 6 മാസമെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വിധം ഒപ്പിക്കാം. അപ്പോഴേക്കും പട്ടര് പെണ്ണിനെയും കൊണ്ട് പോവും. പെണ്ണോ? മാസ്റ്ററെ, ഉള്ള സത്യം പറയാം, ഇവനും നമ്മുടെ ഗണപതി അയ്യരുടെ മോളും തമ്മിൽ ഇഷ്ടമാണ്. പക്ഷെ ഈ ഇടയായിട്ട് ആ വ്യക്തിപ്പെട്ടർ അവിടെ പറ്റിക്കൂടി ഒരു ഡാൻസും പാട്ടും പഠിപ്പിക്കൽ തുടങ്ങിയിരിക്കുക. ആകെ ഒരു പഞ്ചാരയും തേനും ഒലിക്കുന്ന ശൃംഗാരമാണ്. ഇതൊന്നും കലക്കണം. അതിന് ഇനിയിപ്പം ഒരു വഴിയേ ഉള്ളൂ. മാസ്റ്റർ സഹായിച്ചില്ലെങ്കിൽ ഇവൻ ആത്മഹത്യ ചെയ്യും. അല്ലേടാ? ചെയ്യൂ. എന്ന് പറഞ്ഞാ നേരത്തെ പറഞ്ഞത് നടക്കാത്ത കാര്യം. അത് വേണ്ട, വേറൊരു പണിയുണ്ട്. മാസ്റ്റർ അകത്തേക്ക് വാ. അകത്തേക്കോ? വാ, പറയാന്നേ. പറ്റില്ല പറ്റില്ല. ഈ അലവിലാതെ പണിക്കൊന്നും എന്നെ കിട്ടില്ല. അല്ല മാസ്റ്റർ. ഒരു മാസ്റ്ററും ഇല്ല ഇവിടെ. വേഗം സ്ഥലം കാലിയാക്ക്. തീർച്ചയാണോ? അതെ, തീർച്ച. മാസ്റ്റർ വൈകിട്ട് വീട്ടിൽ പോണ വഴി ചിത്രത്തമ്പാട്ടിയുടെ വീട്ടിൽ കയറാറുണ്ട് അല്ലേ? അതെ. അതെന്താ പുഴ കടന്നു വെക്കൂടെ? അതുവഴി പോയാൽ ഒരു 3 നാഴികയെങ്കിലും കൂടുതൽ നടക്കേണ്ടി വരും. ആട്ടെ, അതും ഇതും തമ്മിൽ എന്താ ബന്ധം? ബന്ധം നമുക്കുണ്ടാക്കാം. കേൾക്കണോ? മാസ്റ്ററും ചിത്രത്തമ്പാട്ടിയും തമ്മിലുള്ള അവിഹിത ബന്ധം. അനാവശ്യമാണ്. ഇതെങ്ങാൻ തമ്പുരാൻകുട്ടിയുടെ ചെവിലെങ്ങാൻ കേട്ടാൽ എന്റെ ശവം പോലും ബാക്കി കിട്ടില്ല. ഞാൻ വിചാരിച്ചാൽ നിമിഷം കൊണ്ട് ഈ വാർത്ത നാട്ടി പരക്കും. അത് വേണോ അതോ ഞാൻ പറഞ്ഞത് സമ്മതിക്കുന്നു? നീ കേറിക്കോ, ഭദ്രകാളി ചന്തയ്ക്ക് പോയിരിക്കുക. സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ, സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ, രാഗാദ്രമായി നീ മോഹങ്ങൾ തന്നു പോ, രാഗാദ്രമായി നീ മോഹങ്ങൾ തന്നു പോ, പ്രേമത്തിൻ കഥകളുമായി പറന്നു വന്നു തെന്നലും, പദപ പദപ പദ പദ സരി സദപ പദപ പദപ പദ പദ സരി സദപ പദ സദ സരി സരി മരി മരി സദപ, സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ. കരള് കരളുമായി മനസ്സ് മനസ്സുമായി ആടിപ്പാടി ചേർന്നല്ലോ, കരള് കരളുമായി മനസ്സ് മനസ്സുമായി ആടിപ്പാടി ചേർന്നല്ലോ, ഇളങ്കിളി ഇണക്കിളി ഇനിയും നീ വരികില്ലേ, കുളിരുമായി നീ മധുരമായി നീ മൃദുല ഭാഷിണി പറന്നു പറന്നു വാ,
പദപ പദപ പദ പദ സരി സദപ പദപ പദപ പദ പദ സരി സദപ പദ സദ സരി സരി മരി മരി സദപ സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലേ പോരു നീ കൊതിച്ചു കൊതിച്ചു ഞാൻ ചിരിച്ചു ചിരിച്ചു ഞാൻ ഗാനം പാടി വന്നല്ലോ കൊതിച്ചു കൊതിച്ചു ഞാൻ ചിരിച്ചു ചിരിച്ചു ഞാൻ ഗാനം പാടി വന്നല്ലോ മരാളികേ മനോഹരി ഇനിയും നീ വരികില്ലേ കഥയുമായി നീ ഹൃദയമോഹിനി പറന്നു പറന്നുവാ പദപ പദപ പദ പദ സരി സദപ പദപ പദപ പദ പദ സരി സദപ പദ സദ സരി സരി മരി മരി സദപ സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലേ പോരു നീ രാഗാർദ്രമായി നീ മോഹങ്ങൾ തന്നു പോ രാഗാർദ്രമായി നീ മോഹങ്ങൾ തന്നു പോ പ്രേമത്തിൻ കഥകളുമായി പറന്നു വന്നു തെന്നലും പദപ പദപ പദ പദ സരി സദപ പദപ പദപ പദ പദ സരി സദപ പദ സദ സരി സരി മരി മരി സദപ അകത്തേക്ക് പോയിക്കോ. ഞാനിവിടെ ഉള്ളപ്പോൾ ഈ മനുഷ്യന് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ മൈതു? തമ്പാട്ടിക്ക് അങ്ങോട്ട് ചോദിച്ചൂടെ? സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലേ പോരു നീ രാഗാർദ്രമായി നീ മോഹങ്ങൾ തന്നു പോ പ്രേമത്തിൻ കഥകളുമായി പറന്നു വന്നു തെന്നലും പദപ പദപ പദ പദ സരി സദപ പദപ പദപ പദ പദ സരി സദപ പദ സദ സരി സരി മരി മരി സദപ ചങ്കുണ്ണി എടാ പട്ടി അമ്പലപ്പുഴ ബ്രദേഴ്സിന് തകില് വായിച്ചിട്ടുള്ളവനാണ് ഈ ഗണപതി അയ്യര്. എന്നോട് കളിച്ചാലോ തകിലിന്റെ കമ്പ് കണക്കുന്നല്ല പൈപ്പാണ്. തകിലിന്റെ കമ്പ് കൊണ്ട് അടിച്ചതിന് ചെവിക്കുറ്റി പൊട്ടിക്കുമോടാ പട്ടി നായിന്റെ മോനെ. നീ എന്റെ അടുത്ത് കളിക്കുന്നോടാ? അച്ഛൻ വള കൊണ്ടുവന്നിട്ടുണ്ടാവോ? വാങ്ങിയിട്ടുണ്ടാവും. പൊട്ടിച്ചും കാണും.
നിറയെ പണം സമ്പാദിച്ചിട്ടുണ്ടല്ലോ കൗസല്യാമ്മേ, നമുക്കും കുറച്ച് തരുമോ? 115 പലിശ. അത് തന്നാ ആർക്ക് വേണമെങ്കിലും പണം കൊടുക്കും. എന്നാ പിന്നെ 100 ആക്കിയാൽ കുറെ കൂടെ ലാഭം കിട്ടും. ആര് തരാനാ മാസ്റ്ററെ? ഇത് തന്നെ ഞാൻ വാങ്ങിക്കാൻ പെടുന്ന പാടെ എനിക്കറിയാം. മീനു, മാസ്റ്റർ വന്നിരിക്കുന്നു. ഞാൻ ചന്തവരെ ഒന്ന് പോയിട്ട് വരാം. 1-2 പിരിവുണ്ട്. ഞാൻ ചെന്നില്ലെങ്കിൽ കിട്ടിയില്ല. വരട്ടെ. നാട്ടിൽ ഇത്രയും സ്ഥലം കിടക്കുന്നു, അതൊന്നും തന്നെ കണ്ണി കണ്ടില്ല. ഇവിടെ കണ്ടല്ലോ വൃത്തിരാക്കാൻ. എല്ലാം കൂടെ വന്നിരിക്കുന്നുണ്ട്. തൃപ്തിയായില്ലേ? സന്തോഷമായല്ലോ. തദ്ധിത്തകണകജം തരികിടതക വിത്തകണകജം തരികിടതക തദ്ധി തദ്ധന തജ്ജനു തദ്ധിമി തകുന്തരികിടതക തദ്ധിത്തകണകജം തജം തകദിത്തകണകജം തജം തളങ്കുതം കൃതകൃതം ത കൃതകൃതം ത കൃതകൃതം ത. കൃഷ്ണ നീ വരുമോ, കൃഷ്ണ നീ വരുമോ, യമുനാ തീരത്തെ അരയാലിൻ കൊമ്പത്ത് ഗോപികമാരുമായി ലീലകളാടുവാൻ കൊതി വിതച്ചു ചതിച്ചു. തെറ്റി, അങ്ങനെയല്ല. തനിക്ക് നല്ല നിശ്ചയമാണോ? അതെ. എന്നാലൊന്ന് ശരിയായി പാടണോ വാനര, കേൾക്കട്ടെ. ഒരു വസന്തം വിരിച്ചു കാർവർണ്ണൻ ഗോപാലൻ യമുനതൻ തീരത്ത് അന്നൊരു നാളിൽ. കൃഷ്ണ നീ വരുമോ, കൃഷ്ണ നീ വരുമോ, വരൂ. നീയൊരുത്തനായി വന്നു നാട്ടിലെ ജീവിതം തകർത്തല്ലോ, നിന്നെയോർത്തെന്റെ മാനസം വേദനയായിടുന്നു. നാട്യമെന്ന പേർ ചൊല്ലി നാട്ടിലെ വേട്ട നീയാടിടുന്നു. നിന്നെ ഓർത്തെന്റെ കൈ ധരിക്കുന്നു, ദുഃഖവും തോന്നിടുന്നു. ഒരുങ്ങിയിരുന്നോ, നിനക്ക് വിരുന്നു തരുന്നു ശരിക്ക്. നിന്നുള്ളിലെ മോഹങ്ങൾ വേണ്ട, എന്നുള്ളിലെ മോഹം ഞാൻ തീർക്കും. നിന്നുള്ളിലെ മോഹങ്ങൾ കയ്യിൽ എന്നെന്നും മോഹങ്ങളായി നിൽക്കും. ഇനി നീ തനിച്ചു നടന്നു പോകുമ്പോൾ തരുന്നു 4 ഇടി ചെവിക്ക് നുള്ളിക്കോ. ഒരു ചെറുതൃണമാണ് നീ, വെറുമൊരു പുഴുവാണ് നീ, വെറുമൊരു പുഴുവാണ് നീ. കൃഷ്ണ നീ വരുമോ, കൃഷ്ണ നീ വരുമോ. നീചമായി എന്നെ വേല വെച്ചു മോശമാക്കി തീർത്തു. ഞാനൊരുത്തൻ ഇന്നു തന്നെ നിന്റെ ട്യൂഷനൊക്കെ മാറ്റി വിട്ടുകൊള്ളാം. ഒരു ചെറുവിരലിനു പോലുമില്ല, ഇളകിയാൽ വാരിയ താഴെയിടും. ഒരു ചെറു ചിരി വരും നിന്റെ വധം കേൾക്കുകിൽ കഴുതയും നാണിച്ചു പോം. തരികിട ചെറുകിട ഒരു പെട തിരുകിട അടിതരം ഇടിതരം കടിതരം പെടതരം. ഇടിയട കടിയട പിടിയട ഒടിയട മുടിയട ചെറുകിട തരികിട തിരികിട. ഒരു ഞൊടി ഒരു ഞൊടി ഒരു ഞൊടി വേണ്ട, ഒരു കടി ഒരു കടി ഒരു കടി വേണ്ട. ഒരു തൊഴി ഒരു തൊഴി ഒരു തുഴി വേണ്ട, ഒരു പിടി ഒരു പിടി ഒരു പിടി വേണ്ട. അടിയിപ്പ തരും ഞാൻ, ഇടിയിപ്പ തരും ഞാൻ, പറയണി ഇവിടെ തുടങ്ങും ഉടനടി. വെറുമൊരു കുസൃതിയോ നീ, വെറുമൊരു വികൃതിയോ നീ, വെറുമൊരു വികൃതിയോ നീ. കൃഷ്ണ നീ വരുമോ, സരിഗപദ കൃഷ്ണ നീ വരുമോ, സരിഗപദ സരിഗ കൃഷ്ണ നീ വരുമോ. കൃഷ്ണ നീ വരുമോ. പഗരിഗ പദ 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 സരിഗ കൃഷ്ണ നീ വരുമോ. ഗ ഗ ഗ ഗ ഗ പ പ
പ പ ഗരി ഗബദ പ ഗബദ ദരി സ ഗബദ സദാ പദ ഗബദ സരി ഗരി ദസ കൃഷ്ണ നീ വരുമോ ദദ പദ പദ പസ സസദ സദ സരി ഗ രി സദ സദ പസ സരി ഗ പദ ഗ പ പ പ പ കൃഷ്ണ നീ വരുമോ സദ ബബ ഗബ സരി ഗ പദ രി സദ പദ ഗബദ സരി സരി ഗരി സദ സ ദദനി സദ പദ പദ സദ ബഗബ ഗബദ സദ ഗരി പഗ ദബ പഗ ദബ സദ ദബ സദ തി കൃഷ്ണ നീ വരുമോ കൃഷ്ണ നീ വരുമോ നാളെ തന്നെ കോടി വായിക്ക് വെക്കും. ശരിയാണെന്ന് ഞാൻ എഴുത്തു തരാം. അത് ഒന്നും പറയണ്ട, തയ്യാറായിക്കോ. അയ്യോ എന്റെ കാലേ. എന്താ കാലിന്? ഒരു ഉളുക്ക്. അയ്യോ എന്തൊരു വേദന. എങ്ങനെയത് കൊണ്ട് യാത്ര ചെയ്യാ? ആകെ കുഴപ്പമായി. കുഴപ്പമായെന്ന് എനിക്കറിയാം. ഇനി ഇത് നേരെയാവാനും പ്രയാസമാണ്. ഏയ് വേഗം ശരിയാവും. ഈ ഉളുക്ക് സൂക്ഷിക്കണം. എന്റെ കയ്യിലൊരു കുഴമ്പുണ്ട്, അത് ഇട്ടൊന്ന് തടവാം. എന്തൊരു വേദന. വേദന ഉണ്ടാകും. നിന്റെ പ്രായത്തില് എനിക്ക് ഇതുപോലെ വേദന ഉണ്ടായിട്ടുണ്ട്. കുഴമ്പിടാം, പക്ഷേ 10 ദിവസത്തേക്ക് കാലിലെക്കാൻ പാടില്ല. അയ്യോ എന്നാ വേണ്ട. അപ്പൊ വേദന അത് സാരില്ല, വലിയ വേദനയൊന്നുമില്ല. എടാ മോനെ, കാലം എന്തിനാടാ വാല് വെക്കുന്നത്? നീ ഉള്ളത് പറ. നിനക്ക് പിടിച്ചോ? എന്തോന്ന്? ഒലക്ക. പെണ്ണിനെ പിടിച്ചോന്ന്. ഏത് പെണ്ണ്? ചങ്കുണ്ടി മാമ എന്തായി പറയുന്നേ? എടാ, നിന്റെ ഈ വീടിനടുത്തുള്ളുന്ന വേല എന്റെ അടുത്ത് വേണ്ട. ഈ പ്രായത്തിൽ ഞാനും കുറെ മണപ്പിച്ച് നടന്നതാ. പിടിച്ചോ ഇല്ലേന്ന് ഇപ്പൊ പറയണം, ഇല്ലെങ്കിൽ നാളെ സ്ഥലം വിട്ടോണം. എനിക്ക് കിണിക്കണ്ട. എനിക്കിഷ്ടമാ. അമ്പട കള്ള, അവന്റെ ഒരു ഉളുക്ക്. ആ ചെല്ല് ചെല്ല്. പക്ഷെ ആ ഭദ്രാളുടെ മുമ്പിലങ്ങാൻ ചെന്ന് പെട്ട ചൂട് മുതത്തിരിക്കും. സൂക്ഷിക്കണം. വൈകിട്ട് പുഴക്കരയിൽ കാത്തിരിക്കും, വരണം.
മീനു, ഞാൻ മീനൂട്ടീന്ന് വിളിച്ചോട്ടെ? വേണ്ട. പിന്നെ പറയട്ടെ, കുയിലെന്ന് വിളിച്ചാ മതി. ആദ്യം വിളിച്ചപ്പോഴേ എനിക്കിഷ്ടായി. ഏയ്, പിന്നെ ഇത്രയും നാളും കാന്താരിയേച്ച് നടന്നതെന്താ? വലിയ ഇഷ്ടായിട്ട്. എത്ര വലിയ ഇഷ്ടം? ഇത്രയും? അതിലും ഇത്രയും? ഇത്രയും? ഈ മലയുടെ അത്രയും? ഈ കോടിമലയുടെ അത്രയും? പിന്നെ എത്രയെന്ന് പറ. അങ്ങനെയൊക്കെ ചോദിച്ചാല് എന്താ പറയാ? ഇതിലൊക്കെ കൂടുതലാ. അതേ എനിക്കറിയൂ. കുയിലേ, എനിക്കും കുയിലിന് വലിയ ഇഷ്ടമാണ്. ഒരച്ഛനേ ഉള്ളൂ. ഇങ്ങനെയാന്ന് വെച്ചാ നോക്കണ്ട. ഓരോന്നായിട്ടല്ലേ പറയാൻ. കല്യാണം കഴിക്കാൻ ഒരു വായി നോക്കി ചെറുക്കം വരും. വന്നല്ല. തീരുമാനിച്ചോ? ആ, എത്ര കുട്ടികളാന്ന് നോക്കട്ടെ. ചീത്ത വർത്താനൊന്നും വേണ്ട കേട്ടോ. എന്നാ വേണ്ട, കുട്ടികളില്ല. മച്ചി, ഞാൻ പോണു. പോണില്ല. പിന്നെ നല്ല മിനുസുള്ള പൂ പോലത്തെ കയ്യാ. എന്നാലും തല്ലിയാന്നോ? ഇനിയൊന്നും പറയണ്ട. സത്യമല്ലേ പറഞ്ഞത്? നല്ലോണം വേദനിച്ചോ? ഞാൻ അറിയാതെയല്ലേ. സാരില്ല, വേദന പോവാൻ ഒരു വഴിയുണ്ട്. എന്താ വഴി? അടി കൊണ്ടെടുത്ത് അടിച്ചാലൊരു മുത്തം തന്നാ മതി. എന്നാ വേദന പോവോ? ഇവിടെ വേദന. ദേ ഇവിടെ. അവിടെയല്ല, ഇവിടെ ഇവിടെ. അയ്യോ, അവിടെയല്ല, ദേ ഇവിടെ. അവിടെ അല്ലെന്നേ. മതിയല്ലോ. അയ്യോ, അടി കൊണ്ടത് ഇടത്തെ കവിളായിരുന്നു. ഇപ്പഴാ ഓർത്തത്. എങ്കിലേ കാര്യായിപ്പോയി. കുറച്ച് വേദനിച്ചോട്ടെ. ഞാൻ പോണു. നോക്കടുത്ത കള്ളേ പറയൂ. കൊള്ളേ. കുയിലേ,
വേദനയുണ്ടോ ഇപ്പൊ? ശ്യാമന്തിനെ കരയുന്നേ? കുയിലിന് നൊന്താ എനിക്കും നോവില്ലേ? ഞാനൊരു രാജകുമാരനായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നിന്റെ കാലിൽ ഒരു തരി മണ്ണ് പോലും വീഴില്ലായിരുന്നു. വീതിയിൽ ഉത്സവമായൊരു പാർവണ ശശികല പോൽ നീ വാ, നീ ഗാനം പാടിവാ. വാർമഴവിൽ പുടവയുമാ, വാർമഴവിൽ പുടവയുമാ, ഈ കാവിൽ പൂങ്കാവിൽ ഗാനം പാടിവാ. ചൊരിയാനിതുവഴി നീ മധുപകരാൻ പ്രിയ സഖിന്നീ, ഈ കാവിൽ പൂങ്കാവിൽ ഗാനം പാടിവാ. തിരയിളകി കളി പറയാൻ പുഴയൊഴുകി, ഈ കാവിൽ പൂങ്കാവിൽ ഗാനം പാടിവാ. നീലവാനം പൂത്തു നിന്നു താഴെ മഞ്ഞിൽ പൂത കൊഴിഞ്ഞു ആ പൂമഴ. നീലവാനം പൂത്തു നിന്നു താഴെ മഞ്ഞിൽ പൂത കൊഴിഞ്ഞു ആ പൂമഴ. ജീവനവേദിയിൽ ഉത്സവമായൊരു പാർവണ ശശികല പോൽ നീ വാ, നീ ഗാനം പാടിവാ. കുറിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്.
തമ്പുരാൻകുട്ടിയുടെ ഉന്നം പഴിക്കാറില്ല, ഇനി പഴിക്കത്തുമില്ല. വാ. ആ വണ്ടി ഒന്ന് നിർത്തണേ. ആ ഇതാര്? അധികാരിയോ? എന്താ അധികാരി, സുഖം തന്നെയല്ലേ? പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. തമ്പുരാൻകുട്ടിയോട് ഒരു കാര്യം പറയാൻ ഇറങ്ങിയത്. എന്താ? നാളെ പഞ്ചായത്ത് കൂടുന്നുണ്ട്. തമ്പുരാൻകുട്ടിയെ കുറിച്ച് ചില പരാതികൾ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ നാട്ടിൽ ന്യായം നടത്തേണ്ട അധികാരിയാണ്. പരാതികളുണ്ടെങ്കിൽ കേൾക്കണം, തെളിവുകളുണ്ടെങ്കിൽ വിധിക്കണം. തെളിയിക്കാൻ വരുന്നതിന്റെ കാര്യം ഞാൻ നോക്കിക്കോണം. ആ അധികാരിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ വീട്ടിലേക്ക് കൊടുത്തയച്ചേക്കാം. ഇത് എന്തൊരു വലിയ മണിയാ. ഇവിടെ പൂജാരി ഒന്നുമില്ലേ? ഇല്ല, ഈ നട ഒരിക്കലും തുറക്കില്ല. ആര് വിചാരിച്ചാലും തുറക്കാനാവില്ല. ഈ കല്ലുവിളക്ക് നോക്കൂ, അതിനുള്ളിലെ ചുമന്ന കുങ്കുമം കണ്ടോ? ഇതെങ്ങനെ ഇവിടെ വരികയെന്ന് ആർക്കും അറിയില്ല. അരുത് ശ്യാം, ഇത് ചോരയാന്നാ പറയുന്നത്. ചോരയോ? അതൊരു പഴയ കഥയാ, പിന്നൊരിക്കൽ പറയാം. ആരെ കുങ്കുമം എടുത്ത് ഒരു പെണ്ണിന്റെ നെറ്റിയിൽ തൊടുവിച്ച് ഈ മണി 3 പ്രാവശ്യം മുഴക്കുന്നുവോ അയാൾ ആ പെണ്ണിനെ കല്യാണം കഴിച്ചതിന് തുല്യമാണ് എന്നാണൊരു വെപ്പ്. എന്നാ ഞാൻ കുയിലിന്റെ നെറുകയില് ഒരു കുറിയിട്ട് തരട്ടെ? ഇന്നല്ല, പിന്നെ ഒരു ദിവസം. എന്താ പെണ്ണേ, ഇവിടെ കുയിലുകൾക്കൊക്കെ ഒരു ജലദോഷം, ശബ്ദം വല്ലാതെ അടച്ചിരിക്കുന്നു. ആരാണ് മതിൽ പൊക്കി നോക്കുന്നത്? അത് 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 സ്വാമി ആടലോടകത്തിന്റെ ഇല മറയ്ക്കാൻ വന്നതാ. അപ്പോൾ എന്നു മുതലാണാവോ മതിലിന്റെ ഉച്ചയിൽ ആടലോടകത്തിന്റെ ഇല കിളിക്കുന്നത്? അയ്യോ, ഇത് മതിലായിരുന്നു. എടാ ചിപ്പു, ഇത് മതിലാണടാ. നിനക്ക് എന്തു തോന്നുന്നു? ഈ പെരേടത്തിൽ ആടലോടത്തിന്റെ ഇല ഇരിക്കാ? അയ്യോ ഇല്ല. എന്നാ എഴുതിരിക്കേ? അത് ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന്റെ പേരാ. അത് തെരീത് വെള്ളക്കാരൻ ദൈവമാ? ഒന്നിക്കണേ, ഇതൊന്ന് വായിച്ചു തരണേ. ഞാൻ തന്നെ എഴുതിയതാ, പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. ശ്യാം, ഇതൊരു പേരാണല്ലോ. ആ മതിലിന്റെ പുറത്ത് ഇല പറിക്കാൻ കയറിയ ഒരു വാനറിന്റെ പേരാ. പക്ഷേ അവൻ ഇല പറിച്ചു. കരയാതെ മോളെ, ഈ വരുന്ന ശനിയാഴ്ച അവന് 28 വയസ്സ് തികയും. അതോടെ അവന്റെ ശനിദശയും തീരും. അത് കഴിഞ്ഞാ നല്ല കാലമാ. അന്ന് ദൈവങ്ങൾക്കൊക്കെ എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തോളൂ, നല്ലത് വരും. അച്ഛന് മരുന്ന് കഴിക്കാറായില്ലേ? ഞാൻ എടുത്തു തരാം.
എനിക്ക് ആ പുള്ളിക്കുയിലിന്റെ പാട്ട് തന്നെ കേൾക്കണം. ഇപ്പൊ തന്നെ പാടണോ കുയിലേ? എന്നോട് മിണ്ടണ്ട. എത്ര ദിവസമായി പാടാന്ന് പറയുന്നു. എന്നോട് സ്നേഹമില്ലാത്തോണ്ടല്ലേ? വേണ്ട, പാടണ്ട. കുയിലേ, കുയിലേ. ചതിച്ചു, രക്ഷിക്കണം, ഇല്ലെങ്കിൽ പ്രേമം പൊടിയും. ഒരേ ഒരു പ്രാവശ്യത്തേക്ക് ഓടി, ഉടനെ വേണം. ശ്യാം മതിലിരിക്കുക. മതിലിരിക്കല്ലോ, അവിടെ ഇരിക്കട്ടെ. ഇതെന്തൊരു കഷ്ടമാ, എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ പറയരുത് മാസ്റ്ററെ. ഇനി ഇതെല്ലാം കൂടെ ഇടിഞ്ഞെന്റെ തലയിൽ വീണാലും ശരി, ഈ നാറിയ പണിക്ക് ഞാനില്ല. തീർച്ചയാണോ? അതെ, തീർച്ച. ശരി. തമ്പാട്ടി വഴി അവിഹിതം തമ്പുരാൻകുട്ടി. ആ, പുഴയിൽ ശവം കിടക്കാനായിരിക്കും വിധി. കണ്ണാടി കൊച്ചനെ, ഞാൻ വരാം. പക്ഷേ ഇതെന്റെ അവസാനത്തെ വരവായിരിക്കും. വീണ്ടും എന്നെ ക്ഷണിച്ചാൽ പുഴയിൽ ശവമായിട്ട് കിടക്കുന്നത് അഭേദമെന്ന് ഞാനങ്ങ് തീരുമാനിക്കും. മാസ്റ്ററാണ് സത്യം. ഇനി ഈ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരില്ല. ഇതെന്നല്ല, ഒരു കാര്യത്തിനും ഇങ്ങോട്ട് വരണ്ട. സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ, സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ, രാഗാദ്രമായി നീ മോഹങ്ങൾ തന്നു പോ, രാഗാദ്രമായി നീ മോഹങ്ങൾ തന്നു പോ, പ്രേമത്തിൻ കഥകളുമായി പറന്നു വന്നു തെന്നലും, പദപ പദപ പദ പദ സരി സദപ, പദപ പദപ പദ പദ സരി സദപ, പദ സദ സരി സരി മരി മരി സദപ, സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ, കരള് കരളുമായി മനസ്സ് മനസ്സുമായി ആടിപ്പാടി ചേർന്നല്ലോ, കരള് കരളുമായി മനസ്സ് മനസ്സുമായി ആടിപ്പാടി ചേർന്നല്ലോ, ഇളങ്കിളി ഇണക്കിളി ഇനിയും നീ വരികില്ലേ, കുളിരുമായി നീ മധുരമായി നീ മൃദുല ഭാഷിണി പറന്നു പറന്നു വാ, പദപ പദപ പദ പദ സരി സദപ, പദപ പദപ പദ പദ സരി സദപ. എന്താണ് നിർത്തിക്കളെ? താൻ വാടകയ്ക്ക് പാടാൻ നടക്കുന്ന ദരിദ്രവാസിയാണെന്ന് ഞാൻ മറക്കില്ല. എടോ ഏപ്പോക്കി തനിക്ക് നാണമുണ്ടോ? ഇതിന് ഭേദം ഒരു കത്തി എടുത്ത് ഷെവറം ചെയ്യാൻ പോയിക്കൂടോ നാറി. പോവാം, പക്ഷേ സോപ്പ് പതയ്ക്കാൻ ആളില്ല. താൻ കൂടെ വാ. എങ്കിൽ ഒരു തൊട്ടിയും എടുത്ത് തോട്ടുപണിക്ക് പോയിക്കൂടൂ പട്ടി. താൻ സംഗീതത്തിനൊരു മാനക്കാരാണല്ലോ നായ. നായകീയെന്ന് വിളിച്ചാൽ ഇടിച്ചു നിന്റെ കൂമ്പ് ഞാൻ കലക്കും പറ്റതേ. പോക്കിരുത്തരം കാട്ടിയിട്ടും പോരാ, താൻ എന്നെ ഇടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുവോ? എടോ, വരിയില് തുണിയുറ്റി വെച്ചിരിക്കുന്നത് കണ്ടാൽ ചുറ്റും നടന്ന് പെണ്ണാണോ എന്ന് മണത്ത് നോക്കുന്ന ശിങ്കാര പഞ്ചാര പട്ടലിലൂടെ താൻ കൂടുതൽ വാരൊന്നും അറിയണ്ട. അടിച്ചാൽ താൻ എന്ത് ചെയ്യൂടോ? ഓണ്ട എന്താ വിളിച്ചേ? ഓന്താ ഒന്നുകൂടെ വിളിച്ചേ. ചെവി കേൾക്കില്ല തനിക്ക്? ഓന്താ ഓന്താ നാറിക്കൊന്താ. ഇപ്പൊ എന്താ ചെയ്യാ? നാരായണ 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 നാരായണ. മോൾ ആരാധിക്കുന്ന ദൈവത്തിനെ അച്ഛനും കൂടെ ഒന്ന് ആരാധിച്ചോട്ടെ. വെള്ളക്കാരൻ ദൈവം താനേ. ചിലപ്പോൾ സായിപ്പിനെ മരുമോനായിട്ട് കൊണ്ട് തന്നോന്ന് വരും.
ഈശ്വരന്മാരെ എല്ലാം ഭംഗിയാക്കണേ. അച്ഛാ, എല്ലാം ശരിയാവുമെന്ന് എനിക്ക് വിശ്വാസമായി. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അമ്പലത്തിൽ നിന്ന് മണിയൊച്ച കേട്ടു. ദേവിയുടെ കയ്യിൽ നിന്ന് ഒരു പൂവും താഴേക്ക് വീണു. അദ്ദേഹത്തിന്റെ മനസ്സ് മാറും അല്ലേ അച്ഛാ? ഇന്ന് ഞാൻ വിളമ്പുന്ന അത്താഴവും ഒന്നുമില്ലേ അച്ഛാ? എല്ലാം ശരിയാവും മോളെ, കരയാവും മോളെ. എവിടെ പോയ രാത്രിയില്? ഞാൻ വെള്ളം കുടിക്കാൻ. അതിന് പുറത്തു പോണം, അകത്തില്ലേ? ഉറക്കത്തിൽ എണീറ്റപ്പോ ഓർത്തില്ല. അത്താഴം വിളമ്പി വെച്ചിട്ടുണ്ട്. നീ കഴിച്ചിട്ട് കിടന്നോ? സാധ്യമല്ല. ഇന്നെങ്കിലും ഞാൻ വെച്ചത് എന്തെങ്കിലും കഴിച്ചിട്ട് പോണം. ആണുങ്ങൾ പുറത്തു പോകുമ്പം പുറകിൽ നിന്ന് വിളിക്കരുതെന്ന് പല പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടില്ലടി. അവിടെ ഒരു സർക്കാർ. മഹാലക്ഷ്മി പോലത്തെ പെൺകുട്ടിയായിരുന്നു. അല്ലെങ്കിലും ദൈവം നല്ലവരെ അധികകാലം ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ഇന്നലെ രാത്രിയിൽ വെള്ളം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാ. കാല് വഴുകി മുഖമടിച്ചു വീണു. അപ്പോഴേ തീർന്നു. നേരെ അടുത്തിരുന്ന പിന്നെ മരിക്കാൻ പ്രത്യേക കാരണം വല്ലതും വേണോ? ചിപ്പുവിനെ ഒന്ന് കാണാൻ പറ്റുമോ? ആ കുട്ടി ആരെയും കാണാതെ മുറി അടച്ചകത്തിരുന്ന് കരയുക. ആകെ ഉണ്ടായിരുന്ന ഒരു പെങ്ങളല്ലേ, ഇപ്പൊ ഉപദ്രവിക്കണ്ട. ഇനി നിനക്ക് പുറത്തു പോകാം. പക്ഷെ ഒന്നോർമ്മ വെച്ചോണം, ഇവിടെ നടന്ന സത്യം പുറത്തു പോയാൽ ആദ്യം ആ തളർന്നു കിടക്കുന്ന കിളവനില്ലേ, നിന്റെ തന്ത, അയാളുടെ ശവം നീ കാണും. അവിടെയും തീർന്നില്ല,
പിന്നെ നിന്റെ ശവം പുഴയിൽ ഒഴുകി നടക്കുന്ന നാട്ടുകാർ കാണും. ഓർത്തു. അവനിപ്പോ ഇരുപത് ഒരെല്ല് പോലും ബാക്കിയാണ് പാൻ. സ്വാമി ധൈര്യമായിട്ട് പോണം. ആ കാര്യം ഞങ്ങൾ ഏറ്റു. കുയിലേ, കുയിലേ, എന്നോട് പിണങ്ങരുതേ കുയിലേ, കുയിലേ. എന്റെ ദേവി, എന്റെ കുഞ്ഞിനൊന്നും മനസ്സില്ലേ. വിശ്രമിക്കട്ടെ. നാളെ രാവിലെ ഞാൻ വൈദ്യനെ വിളിച്ചോണ്ട് വരാം. 2 ദിവസത്തേക്ക് താൻ ജോലിക്ക് പോവണ്ട. கௌசல்யா, அந்த பையன் படிச்சிருக்கிறது பார்த்தா ரொம்ப கஷ்டம். அவன் ஏதாவது வேண்டாதனம் பண்ணிருப்பான். சும்மா போறவனை உதப்பானா? ஆமா, ഞാൻ ഒരു കാര്യം കേട്ടാ സത്യം പറയുമോ? കഴിഞ്ഞ ജന്മത്തിൽ നിനക്ക് വാലുണ്ടായിരുന്നോ? നിന്റെ മനം ഒരു കുരങ്ങ്. മോൾ ഉറങ്ങിയില്ലയോ? ഉറക്കം വരുന്നില്ല. ആ, എന്നാ ഇവിടെ ഇരുന്നോ. അമ്മ ഉറങ്ങിയോ? ഉറങ്ങി. ആർക്കാ അച്ഛാ രാവിലെ സുഖമില്ലെന്ന് പറഞ്ഞത്? ഓ, അതാ ചങ്കുവിന്റെ അനുദ്രവം ചെറുക്കനാ. അവൻ ആ വ്യക്തിപ്പെട്ടുമായിട്ട് വഴക്കുണ്ടാക്കി. അയാള് 4 തടിമാടന്മാരെ വെച്ച് തല്ലിച്ചു. തലയ്ക്ക് അടിയേറ്റത്. വലിയ കഷ്ടമായി പോയി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ, രക്ഷയില്ല. അയ്യോ, അതിന് നിനക്കെന്താ? നിന്റെ ആരെങ്കിലും വന്നോ? എന്നാലും ആ, അത് ശരിയാ. ഏതായാലും ഭ്രാന്ത് തീർച്ചയാ. ഇപ്പൊ തന്നെ കാക്കയെന്നോ കുയിലെന്നോ ഒക്കെ പിച്ചും പേരും പറയുന്നുണ്ട്. അങ്ങനെ പറയാതെ അച്ഛാ. നിനക്കെന്താടി? കൂടി പോയാൽ ചത്തുപോവായിരിക്കും. ഇപ്പൊ എന്താ ഇത്ര ദുഃഖം? ഇത്രയും നേരമായിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ തോന്നിയോ? സാരമില്ല മോളെ. സ്നേഹമുള്ളിടത്തെ പിണക്കവും ദേഷ്യവും ഉള്ളൂ. അവൻ ഒരു കുഴപ്പവുമില്ല. എല്ലാം എനിക്കറിയാം. നീ കാലത്ത് പോയി കണ്ടാ മതി. ഇപ്പൊ പോയി കിടന്നുറങ്ങ.
കുയിലേ, എന്നോട് ക്ഷമിക്കൂ ശ്യാം. എനിക്ക് മടുത്തു ഇവിടെ താമസിച്ചിട്ട്. ഏതായാലും വലിയ വീട്ടിൽ വെക്കാനും വിളമ്പാനും ഒക്കെ ആരെങ്കിലും വേണ്ടേ? വേണം. എന്നാൽ പിന്നെ എനിക്കങ്ങോട്ട് പോന്നൂടെ? നീ വലിയ വീട്ടിലെത്തിയ പിന്നെ ഇവിടെ ആരാ? ഞാനുള്ളപ്പോൾ നിങ്ങൾക്ക് എന്തിനാ മറ്റൊരു പെണ്ണ്? ഒന്ന് പോരാത്തോണ്ടല്ലേടി നീ ഉണ്ടായത്. പതുക്കെ പതുക്കെ നടന്നാ മതി. നമുക്ക് ഇവിടെ ഇരിക്കാം. കുയിലേ, എന്തെങ്കിലും പറയുന്നേ. എന്താ പറയാ? ഈ മരങ്ങളെ കുറിച്ചോ, ഇവിടുത്തെ പുഴയെ കുറിച്ചോ, കുയിലുകളെ കുറിച്ചോ എന്തെങ്കിലും. ആ, ഈ അമ്പലത്തിന്റെ നട തുറക്കാത്തതിന്റെ കഥ പറയാന്ന് പറഞ്ഞില്ലേ, എന്താ അത്? പറയട്ടെ. പണ്ട് 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 എന്താ അത്ര ചിരിക്കാൻ? വലിയ തമാശ പറഞ്ഞ പോലെ. ഞാൻ പോണു. വേണ്ട വേണ്ട, ഞാൻ പറയാം. പണ്ട് പണ്ട് വർഷങ്ങൾക്ക് ശേഷം തെറ്റിപ്പോയി. വർഷങ്ങൾക്ക് മുൻപ് ഈ നാട്ടിലൊരു രാജാവ് ഉണ്ടായിരുന്നു. പുഴയ്ക്കപ്പുറം വരെയായിരുന്നു രാജാവിന്റെ അതിർത്തി. ഇത് മറ്റൊരു നാട്. രാജാവിനൊരു രാജകുമാരി. ഒരു ദിവസം രാജസദസ്സിൽ ഒരു ഗായകൻ പാടാനെത്തി. ഒരു പാവം പാട്ടുകാരൻ. ഗായകന്റെ പാട്ട് കേട്ട് രാജകുമാരി സർവവും മറന്ന് അയാളെ സ്നേഹിച്ചു. അവർ പിന്നെയും കണ്ടു, പരസ്പരം സ്നേഹിച്ചു. അയാൾ പാടി, അവൾ നൃത്തം ചെയ്തു. ഒരു ദിവസം അവളുടെ മുറച്ചെറുക്കനായിരുന്ന മന്ത്രികുമാരൻ സംഭവം അറിഞ്ഞു. ഗായകനെ നാട് കടത്തി. രാജകുമാരിയെ പൂട്ടിയിട്ടു. ഗായകൻ പുഴ കടന്ന് ഈ അമ്പലത്തിൽ വന്നിരുന്നു. രാജകുമാരി വന്നില്ല. വേദന സഹിക്കാതെ ഒരു രാത്രിയിൽ അയാൾ ഉറക്കെ പാടി. കേട്ട് കൊട്ടാരത്തിലെ വാതിലുകൾ തനിയെ തുറന്നു. രാജകുമാരി ഒരു സ്വപ്നത്തിൽ എന്ന പോലെ